ഇന്നത്തെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്നെടുക്കുന്നപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എണീച്ചിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. മുൻപിട്ട വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് ചൂടുകാലം ആണെങ്കിലും മഴ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മഴ ഇടയ്ക്കിടയ്ക്കേ കിട്ടുന്നുണ്ട്. മഴ കിട്ടുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, നല്ല ചൂടുമുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല സ്കൂൾ അവധിയല്ലേ, വെക്കേഷനല്ലേ, അതുകൊണ്ട് കുറച്ച് വൈകിട്ടാട്ടോ ഉറങ്ങിയിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപാട് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്ത് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെച്ചാട്ടോ. നമ്മൾ ചോറും കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നമ്മളെ പാട്ടയും അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചു. അതിനുശേഷം അടുക്കളയുടെ മുകളിൽ നമ്മൾ ഗ്യാസും അതിൻ്റെ സൈഡും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അതുകൂടാണ്ട് അകത്തെല്ലാം ഒന്ന് അടിച്ചിട്ട് മുറ്റവും കൂടി നല്ല വൃത്തിക്കൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് പോയിട്ട് പെട്ടെന്നൊരു കുളി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടും അതെ, അതുകൊണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസമായിട്ടാണ്. ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷു കഴിഞ്ഞ വാഴ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് എഡിറ്റ് ചെയ്യാതെ അവിടെ മടി പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായതാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വിചാരിച്ചത്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ വെള്ളരിക്ക കറി ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചതാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് കറി, വെള്ളരിക്ക കറി അത് അവിടെയുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഉഴുന്നും അരിയും ഉലുവയൊക്കെ കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ദോശയോ ഇഡലിയോ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അതും ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ അടുക്കളയിലായിട്ട് കാണാനായിട്ട്. അത് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഒരു സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഞാൻ വേഗം തന്നെ പച്ചക്കറി കഷ്ണങ്ങളിൽ എടുത്ത് കൊണ്ടുവന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് പരിപ്പും തക്കാളി നീരുള്ളി ഉള്ള പച്ചക്കറികൾ സാധാരണ ഇടുന്ന പോലത്തെ എല്ലാം ഇട്ട് കുക്കറിൽ വേവിക്കാനായിട്ടും വെച്ചു. പിന്നെ ഒരു ബീട്രൂട്ട് ഉണ്ടായിന് കേട്ടോ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് മുറിച്ചിട്ടില്ല, അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ വറുത്തരച്ചിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. തേങ്ങ വറുത്തരച്ചിട്ട് കുറേ ആയി തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കാതെ. അപ്പം ഞാനിന്ന് അങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചില്ല സാമ്പാർ. അങ്ങനെ ഞാൻ ഒരു അരമുറി കഷ്ണം തേങ്ങ ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഇന്നലെ വൈകുന്നേരം ഞാൻ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തേങ്ങ ഒലിക്കുകയും പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, ചിരകിയാൽ മാത്രം മതിയായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മളെ പാനെടുത്ത് ഗ്യാസിനകത്ത് കത്തിച്ച് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് നീരുള്ളിയും കറിവേപ്പിലയിലോട്ട് നല്ല വാങ്ങൽ വറുത്തെടുക്കാൻ വിചാരിച്ചു. ഈ ഒരു ഒറ്റ പാൻ മാത്രമേ നമ്മളിവിടെ വീട്ടിലില്ലൂ കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നത് മാത്രമാണ്. ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഒറോട്ടി ചുടാൻ വേണ്ടിയിട്ട് പിന്നെ എണ്ണയില്ലാതെ ഇതുപോലെ തേങ്ങ വറുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറേ ആയിട്ടത് മേടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം വരണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ മസാല ഒന്ന് ചൂടാകാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിന്. അല്ലാതെ എണ്ണ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. വറുത്തരച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് പാനിൽ വറുത്തെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ അരപ്പെല്ലാം കുറച്ച് പുളിയും കൂട്ടിയിട്ട് നല്ല രീതിക്ക് അരച്ചിട്ട് കുക്കറിൽ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ ദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അരച്ച് വെച്ചിന് അല്ലാണ്ട് ദോശയാണോ ഇഡലിയാണോ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ദോശ തന്നെ ഉണ്ടാക്കാം. ഇഡലി കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിന്. പിന്നെ തീ കത്തിക്കാൻ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ സാമ്പാറിലെ കടുകും കരിയാമ്പും എണ്ണയിൽ നല്ല രീതിയിൽ ഒന്ന് വറുത്തിട്ട് സാമ്പാർ അവിടെ മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് ദോശ ചൂടാൻ വേണ്ടി തുടങ്ങാം. അടുപ്പിൽ നല്ലതായിട്ട് തീ കത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ദോശച്ചട്ടി ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് സാധാരണ നമ്മൾ ഉഴുന്ന് ദോശ ചുട്ടെടുക്കുമല്ലോ അതുപോലെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. നമ്മളിവിടെ അധികം പിന്നെ ചുടുന്ന സ്ഥിരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പച്ചരി ദോശയാണ്, നീർദോശ എന്നെല്ലാം പറഞ്ഞില്ലേ, അതാണ് സ്ഥിരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ദോശ എന്ന് പറയുന്നത് പച്ചരി ദോശയെ മാത്രം ദോശ എന്ന് പറയല്. പക്ഷേ ഇതുപോലെ ഉഴുന്നും അരിയും എല്ലാം കൂട്ടി അരക്കുന്ന ദോശേനെ നമ്മൾ ഉഴുന്ന് ദോശ എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെയെല്ലാം പറയൽ. അങ്ങനെയാണ് നമ്മൾ പറയില്ല. അങ്ങനെ അതിലത്തെ കുറച്ച് എണ്ണയെല്ലാം തടവിയിട്ട് നമുക്ക് നല്ലൊരു ദോശ ഒഴിച്ച് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ ചട്ടിയെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാങ്ങൽ ദോശ ഒഴിച്ചിട്ട് അങ്ങനെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കിങ്ങിണീനെയും കുഞ്ഞാറ്റിനും ഒന്ന് വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടാണ്. അവരെ എണീപ്പിച്ചിട്ട് പല്ലേക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് പുറത്തേക്ക്. വെക്കേഷനെല്ലാം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങി എണീക്കാൻ വേണ്ടി നല്ലോണം സമയം പെയ്യുന്നു. ഇനിയിപ്പോൾ പല്ലും തേച്ചുകൊണ്ട് സൈക്കിളും ചവിട്ടിട്ട് മെല്ലെ അകത്തേക്ക് വരൂ ചായ കുടിക്കാൻ. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട് ഏതോ ഒരു രണ്ട് വീഡിയോക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിന് ഡെയിലി വീഡിയോ ഇടുമോയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഷോർട്സ് ഞാൻ അധികം ഡെയിലി അപ്ലോഡ് ആക്കിയിട്ട് ഇടലുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ഇടുന്നത് തീരെ കുറവ് തന്നെയാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതല്ലാണ്ട് ലോങ് വീഡിയോക്ക് വ്യൂസ് കുറവ് പിന്നെ ലൈക്കും അതൊക്കെ കുറവാകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാവുന്നു കേട്ടോ വീഡിയോ ഇടാൻ. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ ഡെയിലി ഇടാത്തത്. അങ്ങനെ ഞാൻ ദോശ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കാൻ തുടങ്ങി. ഉഴുന്ന് ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റ വന്നിട്ട് ചെറിയ കുഞ്ഞാറ്റ വന്നിട്ട് പറഞ്ഞു എനിക്ക് മുട്ട ദോശ വേണം അമ്മയെന്ന് പറഞ്ഞിട്ട്
പറഞ്ഞു. എന്നിട്ട് ഒരു മുട്ടയും എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്തായാലും മുട്ട ദോശ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ആദ്യം നമ്മളെ സാധാരണ ഉഴുന്ന് ദോശ ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മളൊരു പാത്രത്തിൽ ഒരു മുട്ട എടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ചു. പിന്നെ വീണ്ടും തിരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ കേട്ടോ കുഞ്ഞാറ്റൊക്കെ ചുട്ട് കൊടുത്തതൊക്കെ മുട്ട ദോശ വേണം നിർബന്ധം പറഞ്ഞു. പക്ഷേ ഈ മുട്ട ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഉഴുന്നു ദോശേൻ്റെ മുകളിൽ കൂടി ഒഴിച്ച് മുട്ട ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം നമ്മളെ സാധാരണ പച്ചരി ദോശ ഉണ്ടല്ലോ, നീർദോശ, അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റക്കും കൊടുത്തു, പിന്നെ കിങ്ങിണിക്കും കൊടുത്തു കേട്ടോ. കുഞ്ഞാറ്റ ആദ്യം പറഞ്ഞു എനിക്ക് കറി വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ദോശ അങ്ങനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒക്കെ വെള്ളവും ദോശയും കൊടുത്തു. കിങ്ങിണിക്ക് പിന്നെ സാമ്പാർ ഒഴിച്ചിട്ട് ദോശ കൊടുത്തു കേട്ടോ. മാഷേട്ടനും അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. മാഷേട്ടനെ ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ, അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് മക്കളെ ഒന്നിച്ചിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് ചൂടോടുകൂടി ദോശ ചുട്ട് കൊടുത്തോണ്ടേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല മൊരിഞ്ഞൊരു ദോശ കയറുമുറാക്കി തിന്നുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റല്ലേ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശയെല്ലാം ചുട്ടിട്ട് ചട്ടി അപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം അതേ പിന്നെ അടുപ്പിലേക്ക് തീയെല്ലാം കെട്ടുപോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, അതിലത്തേക്ക് ചോറിൻ്റെ വെള്ളം വെച്ച് കൊടുത്തിന്. അവിടെ കിടന്ന് ചൂടാവട്ടെ, ഞാൻ ചായ കുടിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് തീയും കത്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചായ അങ്ങനെ കുടിക്കില്ല കേട്ടോ. പിള്ളേർക്ക് വെള്ളം തന്നെയാണ് കൊടുക്കൽ, ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം തന്നെയാണ് കേട്ടോ അപ്പിക്ക് കൊടുക്കൽ. വൈകുന്നേരം ഞാൻ എപ്പോഴും ഒരു കലം വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അപ്പോഴത്തേക്ക് ചൂടൊക്കെ തണിയുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കൽ. ഞാനും മാഷേട്ടനും പിള്ളേരെല്ലാവരും ചൂടുവെള്ളം തന്നെയാണ് രാവിലെ കുടിക്കുന്നത്. അങ്ങനെ ഞാനിതാ ചോറിൻ്റെ വെള്ളം വെച്ച് തീ എത്തിച്ച് ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ടി വി നോക്കിക്കൊണ്ട് ഞാനും ചായ കുടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് ചുവന്നരി എടുത്തു. വെള്ളം നല്ലതായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചുവന്നരി എടുത്ത് നല്ല രീതിയിൽ കഴുകിയിട്ട് പിന്നെ ചുവന്നരി തീമിടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കലില്ലാന്ന് വെച്ചാൽ ചായ തീരെ കുടിക്കാത്തവരല്ല കേട്ടോ നമ്മൾ. പിന്നെ രാവിലെയും പിന്നെ ചിലർക്ക് ഉണ്ടാകുന്നില്ല രാവിലെ ദോശേൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ചായ കുടിക്കണം നിർബന്ധം, രാവിലെയും വൈകുന്നേരം ആ ഒരു സംഭവം ഇവിടെ ഇല്ല. നമുക്ക് എപ്പോഴും തോന്നുന്ന സമയത്ത് ഒരു വട്ട പാലും മേടിച്ചിട്ട് ചായയോ കാപ്പിയോ എന്തെങ്കിലും വെച്ച് കുടിക്കും. അങ്ങനെ ഞാനും ചായ വെള്ളം കുടിച്ച് സെറ്റായി വന്നതിന് ശേഷം മക്കൾ രണ്ടാളും മുടി കെട്ടിക്കൊടുക്കുക. ആദ്യം കിങ്ങിണിയുടെ മുടി കെട്ടിക്കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് മുടിയൊന്നും അവിടെ വാർന്ന് ചീപ്പ് വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ ഞാൻ അവിടെ ഒതുങ്ങി നിൽക്കുമല്ലോ വിചാരിച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റക്കും കുറച്ച് മുടി നീണ്ടിട്ടുണ്ട് കേട്ടോ. അവൾ മുറിക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടാകുമ്പോൾ മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടും അല്ലേ, മുറിച്ച് കഴിഞ്ഞാൽ നല്ലതിന് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. അങ്ങനെ കിങ്ങിണിയുടെ മുടി കെട്ടിക്കൊടുത്തു, കുഞ്ഞാറ്റയുടെ മുടി കെട്ടിക്കൊടുത്തു. ഇനി അവരെ കാണൂല കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരവിടെ കുറച്ച് നേരം കളിച്ചിട്ട് അപ്പുറം വീട്ടിലേക്ക് കളിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ പിള്ളേരെല്ലാം. ഇനി കുറച്ച് സമയത്തേക്ക് അവരെ കാണില്ല. വെക്കേഷൻ ആയതുകൊണ്ട് ഇത് തന്നെ പരിപാടി. ഒന്നിക്കിൽ അപ്പുറം വീട്ടിലേക്ക് ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ സൈക്കിളിൽ ചോട്ടട്ടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ചെവി ഉണ്ടായില്ല. അയ്യോ, സ്കൂളിൽ തുറക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പരിവാവുമല്ലേ. പിന്നെ എന്നിട്ട് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ മക്കളെയും പറഞ്ഞു വിട്ട ശേഷം വേഗം തുണി നനക്കാൻ വിചാരിച്ചു. കുറച്ച് തുണിയുണ്ട് നനക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണിയെല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ ബക്കറ്റിലിട്ടിട്ട് വെള്ളം നിറച്ച് വെക്കുമ്പോഴാണ് ഞാൻ ഒരു സാധനം കണ്ടതാടെ. കണ്ടോ, ഒരു ദൂരെ ഒരു സാധനം. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയോക്കാം, എന്തെന്ന് നോക്കാം നമുക്ക്. ഇത് ചേനയുടെ പൂവില്ലേ, ചേനയുടെ പൂവല്ലേ ഇത്, ആ സാധനമാണ് കേട്ടോ. ഇത് കാണാൻ വലിയ സാധനമാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നല്ല പാങ്ങുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ തുണിയെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ നനച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇത്ര തുണിയാണെന്നല്ലേ ദിവസം നനക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നമ്മൾ തുണി നനക്കാൻ എന്തെങ്കിലും സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സുഖമില്ലാത്ത സാഹചര്യത്തിലായിട്ട് തുണി നനക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ലോഡ് കണക്കിന് തുണി ഉണ്ടാവും നനക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ തുണിയെല്ലാം ഒന്ന് നനച്ചെടുക്കട്ടെ കേട്ടോ. എപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും രണ്ടാൾ വരും കേട്ടോ. ആ ഒരു 2 മയിലുണ്ട്, ഒരു ആണുമയിൽ ഒരു പെണ്ണുമയിൽ. അത് സ്ഥിരം ഇവിടെ വരുന്നു കേട്ടോ. അവിടെ ചോറോ എന്തെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, അത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം വരും 2 എണ്ണം. അധികം ഉണ്ടാവില്ല, ഇന്നിപ്പോൾ കാണുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ വരുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഞാൻ വേഗം തുണിയെല്ലാം നനച്ച് ആറിയിടാൻ വെച്ചു. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് തുണി ഉണ്ടായിട്ടു കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് തുണി കുറവും തോന്നുന്നു. യൂണിഫോമും കാര്യങ്ങളൊന്നും നമുക്ക് നനക്കേണ്ടതായിട്ടില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഞാൻ നനച്ചിട്ട് വന്നിട്ട് ഉള്ളിലേക്ക് പോയി, ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തീ കത്തിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഒരു പാനി വെള്ളം എടുത്തിട്ട് വരാൻ കിണറ്റെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിന്, അത് തീർന്നു പോയി. രാവിലെ എല്ലാത്തിനും എടുത്തപ്പോൾ തീർന്നു, ചോറിൻ്റെ വെള്ളമെല്ലാം വെച്ചില്ലേ. അപ്പോൾ ഇനി എന്തായിട്ടും വെള്ളം ആവശ്യമുണ്ടല്ലോ, കുടിവെള്ളം വെക്കണം മറ്റേനും കാര്യങ്ങൾക്കൊക്കെ. കുടിവെള്ളം വൈകുന്നേരം തിളപ്പിച്ചത് രാവിലെ എടുക്കലാന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ
കുറച്ച് വെക്കണം. ഇപ്പോൾ തോട്ടത്തിൽ പോകുകയാണെങ്കിൽ ഈ ഒരു പൂ മാത്രമേ എല്ലായിടത്തും കാണാനുള്ളൂ. നല്ല രസമുണ്ട് ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സീസണിൽ മാത്രമല്ലേ ആ പൂ പിടിക്കലുള്ളൂ. പെട്ടെന്ന് പിടിക്കുന്ന പൂവല്ലേ, ഇടി മുട്ടുമ്പോൾ പിടിക്കുന്ന പൂ എന്നല്ല നമ്മൾ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ. ഈ പൂ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വേറെ ഒരു പൂവില്ലേ, നല്ല രസമുണ്ട് ആ പൂവാണ്. ഒരു ചോന്നിട്ട് നിറച്ചും ഒറ്റ പൂവായിട്ട് പിടിക്കുന്നതാണ്. ഒറ്റ പൂ പോലെ ഇങ്ങനെ സൂര്യനെ പോലെ, എന്തെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അത് ചുവപ്പ് കളറായിട്ട് പിടിക്കുന്നത്, അതും നല്ല രസമുണ്ട്. അതും അങ്ങനെ തലേദിവസം രാത്രിക്ക് ഉണ്ടാവില്ല, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കായിരിക്കും പൂവെല്ലാം കാണുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം ഒരു പാനി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കിണറ്റിൽ നിന്ന്. പിന്നെ കിണറ്റിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള വെള്ളമെല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് വെള്ളത്തിനൊന്നും വലിയൊരു കുറവായിട്ട് കാണുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം, അങ്ങനെയെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസിൽ കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെയൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ. ടൗൺ ഏരിയ ഒന്നും അല്ല, ശരിക്കും നാട്ടിൻപുറമാണ്. പിന്നെ മാത്രമല്ല, എല്ലായിടത്തും മുമ്പ് നെൽകൃഷി ചെയ്തിടത്തെല്ലാം ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇതുപോലെ നെൽകൃഷി മതിയാക്കിയിട്ട് കവുങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വാഴയൊക്കെ. പിന്നെ അങ്ങനെ ഞാനിതാ വെള്ളമൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചിട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ 2-3-4 കഷ്ണമാക്കിയിട്ട് നമ്മളെ ആ ചോപ്പറില്ലേ, ചോപ്പറിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക വെച്ചാൽ ഇത് ഭയങ്കര ഈസിയിൽ സാധനം കേട്ടോ ഈ ചോപ്പർ. ഇത് ഞാനിവിടെ നമുക്കിവിടെ ടൗണിൽ നിന്ന് തന്നെ എടുത്ത് കടയിൽ നിന്ന് മേടിച്ചത്. ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈസി ആയിട്ട് നമുക്ക് പച്ചക്കറി മുറിച്ചെടുക്കാം. ആദ്യം പക്ഷെ 4 കഷ്ണങ്ങൾ ഉണ്ടാക്കണമെന്നില്ല, കുറച്ച് ഒരു ബലം പോലെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് അടിക്കുന്ന സമയത്ത്. പിന്നെ അത് ഓക്കെ ആയിട്ട് വരുന്നു കേട്ടോ. എളുപ്പത്തിൽ പച്ചക്കറി പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ബീട്രൂട്ടെല്ലാം എല്ലാം റെഡിയാക്കി അടുപ്പത്ത് ഗ്യാസിൽ വേവിക്കാൻ അയച്ചു. നമ്മളെ ചോറ് അപ്പോഴത്തേക്കും ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിനൊന്ന് വേഗം വാർത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. മീനൊക്കെ ഉണ്ടായിനെങ്കിൽ മീൻ മുറിക്കാൻ എത്ര സമയം എടുക്കുന്നു. അയിലയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിച്ചിട്ടാവും. നേരെ മറിച്ച് മത്തിയിലാണെങ്കിൽ, ചെറിയ മത്തിയിലാണെങ്കിലും ചെമ്മീൻ അങ്ങനത്തെ ആണെങ്കിൽ മീൻ മുറിക്കാൻ തന്നെ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ വേണ്ടി വരും. മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കാനെല്ലാം അവിടെ തന്നെ കുറേ സമയം പോയില്ലേ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകും. ഏകദേശം ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീൻ കൊണ്ടുവന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവാതിരിക്കില്ലല്ലോ അല്ലേ. അപ്പോഴത്തേക്ക് മക്കൾ കുറച്ച് കളിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കില്ലേ ഇത് പായസമാണ് കേട്ടോ. നമുക്ക് തലേ ദിവസം ഒരു തൊട്ടിലൂക്കൽ ചടങ്ങുണ്ടായിന്. അപ്പോൾ ആടുന്ന് കൊണ്ടുവന്ന കുറച്ച് പായസം ഉണ്ടായിന്. അപ്പോൾ അത് രണ്ടാക്കും വേണം തോന്നുന്നു. അടപ്പായസമാണ് കേട്ടോ സാധനം. ഇന്നലെ വൈകുന്നേരം അവർ കുടിച്ചിട്ടേ ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ അതുപോലെ തന്നെ കൊണ്ടുവന്ന വടന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായി. രണ്ടാക്കും എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് കുടിച്ചിട്ടോ. പക്ഷേ മകൾക്ക് രണ്ടാക്കും അത് ഇഷ്ടപ്പെട്ടിട്ടാ. ഒരു ടേസ്റ്റും ഇല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ആടെ വെച്ചിട്ട് പോയി. എന്നിട്ട് അതവിടെ വെച്ചിട്ട് അവരെന്തോ വെള്ളം എന്തോ കുടിച്ചുകൊണ്ട് അവിടെ ടി വി നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ കുറച്ച് സമയം. അപ്പോഴത്തേക്ക് അവർ മുട്ട ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയല്ലേ. കുഞ്ഞാറ്റ വന്നിട്ട് ഞാൻ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ അതിനെ പൊള്ളിച്ചിട്ടെല്ലാം വെച്ചു മുട്ടേന. എന്നിട്ട് ഇതാ നമ്മൾ ചോറ് വിളമ്പിയിട്ട് കഴിക്കലായിട്ടാ. സാമ്പാറും ചോറും കൂടി മുട്ട ഓംപ്ലേറ്റൊക്കെ കൂടിയിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചു. ഉച്ചയായി, ചോറ് കഴിക്കാൻ തുടങ്ങി. അച്ചാറും ബീട്രൂട്ട് ഉപ്പേരിയും സാമ്പാറും എല്ലാം കൂട്ടിയിട്ടാട്ടോ ചോറ് കഴിക്കുന്നത്. മുട്ട ഓംപ്ലേറ്റ് ചെറിയ രീതിയിൽ വട്ടത്തിലാക്കിയാട്ടോ. നമ്മളെ വാരുള്ളിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് മുട്ട ഓംപ്ലേറ്റ്. നമ്മൾ വാരുള്ളി എന്ന് പറയാം. ഒരു മക്കൾ രണ്ടാളും ചോറ് കഴിക്കാനായിരുന്നു. കൂടെ ഞാനും ചോറ് എടുത്തിട്ട് വരാൻ വിചാരിച്ചു. അവരെ കൂടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചോറിന് എടുത്തിരിക്കുന്ന കറി കണ്ടിട്ട് ആരും ഞെട്ടണ്ടാട്ടോ. ഇതാ ചോറുണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇന്നലത്തെ കച്ചമ്പർ, ഇന്നലത്തെ പുളിശ്ശേരി ഇന്നലത്തത്, സാമ്പാർ ഇന്നത്തത്. കച്ചമ്പർ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കിയുണ്ടെന്ന് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ ചോറ് കഴിച്ച് എണീച്ചു. ചോറ് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അറിയാലോ, സ്ഥിരം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത കുക്കറും കാര്യങ്ങളും പിന്നെ കുറച്ച് കറിയിലെല്ലാം ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ചൂടാക്കിയിട്ട് മാറ്റി വെക്കും. ചോറും ഒഴിച്ച് വെച്ച്, ചോറും ചെറിയ തകിലയിലും പിന്നെ ചട്ടിയിലത്തെ കറിയെല്ലാം ഞാൻ ആ സമയത്താണ് ചോറ് കഴിച്ചതിന് ശേഷം ഇതെല്ലാം ഒഴിച്ച് മാറ്റി വെക്കൽ. ഉച്ചയ്ക്ക് ചോറിൻ്റെ സമയത്ത് അതിൽ തന്നെ എടുക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒഴിച്ച് മാറ്റി വെച്ചിട്ട് കഴുകാലോ വിചാരിച്ചു. കഴുകി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പണി ഒരുങ്ങിയ പോലെയല്ലേ. പിന്നെ രാത്രിക്ക് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിച്ച് വെച്ച കുഞ്ഞു കുഞ്ഞു പാത്രം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ പാത്രങ്ങളെല്ലാം വേഗം കഴുകി തീർത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് കഴിച്ച് എണീച്ച പാടന്നെ കഴുകിയിട്ടെങ്കിൽ പിന്നെ മടിയാവും. അതുകൊണ്ട് വേഗം തന്നെ ചോറ് വെച്ച പാത്രവും പിന്നെ കറി വെച്ച പാത്രവും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെല്ലാം വേഗം കഴുകി വെച്ചിട്ട്
ആ ടേബിളിൻ്റെ നമ്മൾ അടുക്കളത്തെ ടേബിളിൻ്റെ മുകളിൽ നല്ല വൃത്തിക്കൊന്ന് തുടച്ചു വിട്ടാൽ അപ്പം എൻ്റെ ഗ്യാസിൻ്റെ മുകളിലും എല്ലാം തുടച്ചു. ഇപ്പോൾ ചോറ് വെച്ച മണ്ണിൻ്റെ കലവും പിന്നെ ചട്ടിയും അതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. കഴുകാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളത്തിൽ ഞാൻ വെള്ളം പുറന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലത്തെ ഇതൊന്നും ഇളകി വരില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടെ കഴുകി വെക്കാൻ പറ്റില്ല, കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം, എന്നെങ്കിൽ അത് വൃത്തിയാവും കഴുകിയാൽ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം കെങ്ങണിയിൽ ഒന്നിച്ചിരുന്നു കേട്ടോ. കുറച്ച് പുസ്തകങ്ങളോട് വായിക്കുന്നുണ്ട്, അപ്പോൾ ഒന്നിച്ച് പോയിട്ട് വെറുതെ ഇരുന്നു. പിന്നെ മുടിയാണെങ്കിൽ രാവിലെ ഇങ്ങനെ കെട്ടി വെച്ചില്ല, അതൊന്ന് അഴിച്ചിട്ടു, കുറച്ച് ഉണങ്ങട്ടെ വിചാരിച്ചിട്ട്, കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ കുറച്ച് നേരം മക്കളൊന്നിച്ചിരുന്നു. അത് ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ നോക്കിയിരുന്നു കേട്ടോ. കിങ്ങിണിയും കുഞ്ഞാറ്റും ഒന്നിച്ച് കളിച്ചിട്ട് കുറച്ച് നേരം ടി വിയെല്ലാം നോക്കിയതിന് ശേഷം വൈകുന്നേരം ആ സമയത്ത് നമ്മൾ രാവിലെ ആറിയിട്ട് തുണിയെല്ലാം നല്ല പാകലും ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ തുണി കുറച്ചേ ഉണ്ടായിട്ടു, അതുകൊണ്ട് പിന്നെ വലിയൊരു പണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുണിയെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടാകുമ്പോൾ മാച്ചേട്ടൻ പറഞ്ഞു കുറച്ച് ചായ വേണം, കട്ടൻ ചായ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലേശം കട്ടൻ ചായ എടുത്തിട്ട് വെക്കാൻ വിചാരിച്ചു. പാലൊന്നും ഉണ്ടായിട്ടാട്ടോ കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനെ മാത്രമേ ചായ വെക്കലുള്ളൂ, നമ്മൾ സ്ഥിരമായിട്ട് വെക്കലില്ല. അപ്പോൾ മിക്സർ ഉണ്ടായിന് കൊണ്ടുവന്നത്. അങ്ങനെ മിക്സർ എടുത്തിട്ട് ചെറിയൊരു പാക്ക് മിക്സറാണ് അത്. പിന്നെ എല്ലാവരും ഒന്ന് കൈയിട്ട് വാരി എടുക്കുമ്പോഴത്തേക്ക് അത് തീരും. അപ്പോൾ അത് അത്രയും ഉണ്ടായിട്ട് അതെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ ചായയും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഇല്ലാത്ത കട്ടൻ ചായ ആട്ടോ വെച്ചിട്ടുള്ളത്. മധുരമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു വെറുതെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കട്ടൻ ചായ. കുറച്ച് മാത്രമേ പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ കട്ടൻ ചായ എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ടി വി നോക്കിക്കൊണ്ട് കട്ടൻ ചായയെല്ലാം കുടിച്ചു കേട്ടോ. വൈകുന്നേരം എന്തോ സിനിമ ഇട്ടുണ്ടായിന്, അങ്ങനെ ടി വി നോക്കിക്കൊണ്ട് കട്ടൻ ചായയെല്ലാം കുടിച്ചു. മാഷേട്ടനും നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. മാഷേട്ടനെ എന്ത് കാണിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷുവിന് തലേസം പിന്നെ പടക്കം നമ്മളിവിടെ വെടിയെന്ന് പറയും കേട്ടോ. പടക്കം പൊട്ടിയുന്ന സമയത്ത് കൈ നല്ല വാങ്ങൽ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പടക്കം പൊട്ടിയുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊണ്ടതാണ്. അങ്ങനെ വലത്തെ കൈ നല്ലോണം ഉണ്ട്, ഇടത്തെ കൈ കുറച്ചുണ്ട്, നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും. വിഷുവിന് 2 ദിവസം മുന്നേ കേട്ടോ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വിഷു നമുക്ക് വലിയൊരു കാര്യമായിട്ടുള്ള വിഷു ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ. അമ്പലത്തിലും മറ്റൊന്നും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, കഴിയാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കട്ടൻ ചായ കുടിച്ചു. പിന്നെ ഇതാ കട്ടൻ ചായ കുടിച്ചിട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ഉണ്ടല്ലോ പാത്രം കഴുകാനായിട്ട്. അങ്ങനെ ഞാൻ ആ പാത്രങ്ങളും കൂടെ തന്നെ കഴുകിയിട്ടെടുത്തു. പിന്നെ അടത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ബാക്കിയാവുമെന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയുള്ളെല്ലാം ക്ലീൻ ആക്കിയിട്ടൊന്ന് അടുക്കളയുടെ ഉള്ളിലൊന്ന് മാച്ചി എടുത്തിട്ട് നല്ല വൃത്തിക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി, അടുക്കളയിൽ അടിച്ച് വൃത്തിയാക്കിയിട്ട് വീടിൻ്റെ ഉള്ളിലും റൂമിൻ്റെ ഉള്ളിലും ഹാളിലും എല്ലായിടത്തേക്കും ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. അങ്ങനെ വീടിൻ്റെ അകത്തൊക്കെ അടിക്കാൻ വന്നു. അങ്ങനെ എന്തേ പെട്ടെന്ന് തന്നെ അകത്തും അടിച്ച് വാരി. ഇനി വീടിൻ്റെ അകത്തും അടിച്ചു, പിന്നെ അടുക്കളയും ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ പുറത്തോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ വൈകുന്നേരത്തെ പണിയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞാൻ അടിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം സമയം കിട്ടുന്നത്. അപ്പോൾ പിള്ളേർ വന്നിട്ട് വെറുതെ കുറച്ച് സമയം കളിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളിക്കുന്ന സമയത്ത് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ മുറ്റം അടിക്കൽ, ഇത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അങ്ങനെ മുറ്റം അടിച്ച് വൃത്തിയാക്കി. പിള്ളേർ രണ്ടാളും അപ്പുറ സൈഡ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായത്, കുത്തക്കട ടാക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഞാൻ പറഞ്ഞില്ലേ 2 പാത്രം അത് പുറത്തുനിന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ കരിപ്പാത്രം ആയതുകൊണ്ട് ഒന്നേയില്ല കരിപ്പാത്രം അധികം പുറത്തുനിന്ന് തന്നെ കഴുകില്ല. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കരിയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അകത്തുനിന്ന് കഴുകലില്ല. എന്നാലും ചില സമയത്ത് അകത്തുനിന്നും കഴുകലുണ്ട് കേട്ടോ. സമയത്ത് ഞാൻ കിങ്ങിണിയോട് പറഞ്ഞു മോളെ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട്, കിങ്ങിണി വന്നിട്ട് വൈകുന്നേരം ആദ്യം കുളിക്കുന്നത്. അങ്ങനെ ഓള് കുളിക്കാൻ പോയിട്ടുണ്ട്. ഓള് കുളിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കുഞ്ഞാറ്റ വന്നിട്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വൈകുന്നേരം ആയി സമയം. വൈകുന്നേരം ആകുമ്പോൾ ഒരു റൗണ്ട് ഞാൻ ചവിട്ടട്ടമ്മേ, എന്നെ വീഡിയോയിൽ കാണിക്കമ്മേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ചവിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയും കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റ സൈക്കിൾ ചവിട്ടുന്ന കാണുമ്പോൾ ഓളും പറഞ്ഞു എനിക്ക് സൈക്കിൾ ചവിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളും 2 റൗണ്ട് സൈക്കിൾ ചവിട്ടി. അതിനിപ്പം അവർ കളിച്ചിട്ട് അകത്തോട്ട് കയറ്റാകുമ്പോൾ ഞാനും കുഞ്ഞാറ്റയും പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മളെ 3 ആളെ കുളിയും കഴിഞ്ഞു. ഞാനും കുളിച്ചു, കിങ്ങിണിയും കുളിച്ചു, കുഞ്ഞാറ്റയും കുളിച്ചു. എല്ലാവരുടെ കുളിയും വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ പോയി. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടാ. ഇതാ മക്കൾ പിന്നെ കുറച്ച് നേരം ടി വി നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കളിച്ചു. പിന്നെ കുറച്ച് ചിത്രമെല്ലാം വരച്ച് അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് തുണിയെല്ലാം മടക്കി വെക്കാനുണ്ട്. ഞാൻ ആ തുണിയെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് മുടി ഒന്ന്
വാർന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ രണ്ടും കൂടി കണ്ണാടി നോക്കി മുടിയെല്ലാം വാർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ ദോശേൻ്റെ അരപ്പ് ഒഴിക്കാനുണ്ടായിന്, അതെടുത്ത് ഒഴിച്ച് സാമ്പാറും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, അതന്നെ വീണ്ടും കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കാണിച്ചിട്ട് അങ്ങനെ ഇതാ മക്കൾ രണ്ടാളും ഉറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.